ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഒന്നായ ദുലീപ് ട്രോഫി നടക്കാൻ പോവുകയാണ്. ദേശീയ ടീമിലെ വമ്പൻ താരങ്ങൾ ഉൾപ്പെടെ ഭൂരിഭാഗം പേരും അടുത്ത മാസം നടക്കാനിരിക്കുന്ന റെഡ് ബോൾ ടൂർണമെന്റിൽ കളിക്കാനൊരുങ്ങുകയാണ്. പുറത്തുവരുന്ന സൂചനകൾ പോലെ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ IPL പോലെ ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്ന ടൂർണമെന്റായി ദുലീപ് ട്രോഫി മാറും. എന്നിരുന്നാലും ടെസ്റ്റ് ഫോർമാറ്റിലാണ് ദുലീപ് ട്രോഫി നടക്കുക. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അടക്കം പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സെപ്റ്റംബർ 5-നാണ് ടൂർണമെന്റ് ആരംഭിക്കുക. നോർത്ത് സോൺ, സൗത്ത് സോൺ, നോർത്ത് ഈസ്റ്റ് സോൺ, സെൻട്രൽ സോൺ, വെസ്റ്റ് സോൺ, ഈസ്റ്റ് സോൺ എന്നീ 6 ടീമുകളാണ് സാധാരണയായി ദുലീപ് ട്രോഫിയിൽ പങ്കെടുക്കാറുള്ളത്. ദേശീയ ടീമിന്റെ ഭാഗമായിട്ടുള്ള താരങ്ങൾക്കൊന്നും ഇപ്പോൾ അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇല്ലെന്നതിനാൽ എല്ലാവരോടും ദുലീപ് ട്രോഫിയിൽ കളിക്കണമെന്നാണ് സെലക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോച്ച് ഗൗതം ഗംഭീറും ഇന്ത്യൻ താരങ്ങൾ നിർബന്ധമായും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണമെന്ന അഭിപ്രായക്കാരനുമാണ്. ഈ ടൂർണമെന്റിലെ പ്രകടനം കൂടി വിലയിരുത്തിയാവും ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കായി ടീമിനെ തിരഞ്ഞെടുത്തേക്കുക. രോഹിത്, കോഹ്ലി എന്നിവരെ കൂടാതെ ശുഭ്മാൻ ഗിൽ, KL രാഹുൽ, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ, ഋഷഭ് പന്ത്, കുൽദീപ് യാദവ് എന്നിവരെല്ലാം ദുലീപ് ട്രോഫിയിൽ കളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ടൂർണമെന്റിന്റെ ഭാഗമാവില്ല. അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സീനിയർ കളിക്കാരിൽ ബുംറയ്ക്ക് മാത്രമേ ഈ തരത്തിൽ ഇളവ് അനുവദിച്ചിട്ടുള്ളൂ. ഇവരെല്ലാം ദുലീപ് ട്രോഫി കളിക്കുകയാണെങ്കിൽ ഏത് ടീമിന്റെ ഭാഗമായിരിക്കാനാവും സാധ്യത എന്ന് നോക്കാം. വിരാട് കോഹ്ലി, ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത് എന്നിവർ നോർത്ത് സോണിന് വേണ്ടി കളിക്കാനാണ് സാധ്യത. രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ, സൂര്യകുമാർ യാദവ്, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ എന്നിവർ വെസ്റ്റ് സോണിന് വേണ്ടി കളിക്കാനുമാണ് സാധ്യത. എന്നാൽ സഞ്ജു സാംസൺ, KL രാഹുൽ എന്നിവർ സൗത്ത് സോണിന് വേണ്ടി കളിച്ചേക്കും. കുൽദീപ് യാദവ് സെൻട്രൽ സോണിന് വേണ്ടിയും കളിച്ചേക്കും. ഇഷാൻ കിഷൻ ആണെങ്കിൽ ഈസ്റ്റ് സോണിന് വേണ്ടിയും കളത്തിലിറങ്ങിയേക്കും. സെപ്റ്റംബർ 2-ന് ആരംഭിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് സഞ്ജു വേണ്ടെന്ന് പറഞ്ഞത് ഒരുപക്ഷെ BCCI ആവശ്യപ്രകാരമായിരിക്കും. BCCI സഞ്ജുവിനോട് ദുലീപ് ട്രോഫി കളിക്കാൻ ആവശ്യപ്പെട്ടിരിക്കാം. അതേസമയം അടുത്ത 4 മാസത്തിനിടെ 10 ടെസ്റ്റുകളാണ് ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നത്. ബംഗ്ലാദേശുമായുള്ള 2 ടെസ്റ്റുകളുടെ പരമ്പരയ്ക്ക് ശേഷം ന്യൂസിലാൻഡുമായി നാട്ടിൽ 3 ടെസ്റ്റുകളും ഇന്ത്യ കളിക്കും. ഇതിനുശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിലേക്ക് പറക്കും.